ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ സച്ചി ആ ഒരു നല്ല കാര്യം ചെയ്ത് വൈറലായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ സച്ചിയുടെ വണ്ടിയിൽ കയറിയ ആ പെൺകുട്ടി സച്ചിയുടെ വണ്ടിക്കകത്ത് തന്നെ പ്രസവിച്ചു. സച്ചി ആണെങ്കിൽ ഒരു വയറ്റാട്ടിയെ കൊണ്ട് ആ പ്രസവം എടുപ്പിച്ചു. അങ്ങനെ നമ്മുടെ സച്ചി ഒരു നല്ല കാര്യം രാവിലെ തന്നെ ഒരു പുണ്യ പ്രവൃത്തി ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് വർഷയും ശ്രീകാന്ത് നേരത്തെ അറിഞ്ഞിരുന്നു. അങ്ങനെ വർഷയും ശ്രീകാന്ത് നേരത്തെ അറിഞ്ഞിട്ട് പക്ഷേ ശ്രീകാന്ത് ഇത് പറയാൻ വന്നപ്പോഴാണ് സച്ചി കയറി വരികയും സച്ചി കയറി വന്നിട്ട് ഇത് വിവരിക്കുകയും ചെയ്തത്. അവിടെ ശ്രുതിയും എല്ലാവരും ഉണ്ടായിരുന്നു, വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു. ചന്ദ്രയ്ക്കാണെങ്കിൽ പിന്നെ വലിയ ഗെയിമോ ആയിപ്പോയി. ആ പെണ്ണും കാണും അതേനകത്ത് കിടന്ന് ചത്തുപോയ നീ എന്ത് ചെയ്തേനേടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വഴക്ക് പറയാൻ തുടങ്ങി നമ്മുടെ സച്ചിനെ. അപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ പറഞ്ഞിട്ട് നിർത്തടി, അവനൊരു നല്ല കാര്യം ചെയ്തിട്ട് വന്നേക്കല്ലേ. മാത്രമല്ല കണ്ടില്ലേ, സോഷ്യൽ മീഡിയ വരെ അവനെ പൊക്കി വെച്ചിരിക്കുക. നിനക്ക് എന്തിന്റെ സൂക്കേടാടി, നിനക്ക് എന്നതാടി, നിനക്ക് എന്നതറിയാം, നീ ചുമ്മാ ഇങ്ങനെ വളന്ന് സംസാരിക്കുന്നുള്ളതല്ലാതെ ഇവൻ ചെയ്ത കാര്യത്തിന്റെ എന്തെങ്കിലും ഇത് നിനക്ക് അറിയാമോ? കാര്യഗൗരവം നിനക്ക് അറിയാമോ? അവൻ ചെയ്ത നല്ല പുണ്യപ്രവർത്തിയാ. എന്റെ കൊച്ചിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം അവൻ കാരണം ഒരു കുഞ്ഞ് ജനിച്ചില്ലേ. ഒന്ന് ഓർത്തു നോക്കിയേ, ആ കുഞ്ഞ് ഭൂമിയിൽ പിറക്കാതെ ആ കുഞ്ഞിനെ ആ അമ്മയ്ക്ക് കിട്ടാതെ പോയായിരുന്നെങ്കിൽ എന്തായിരുന്നേ അവസ്ഥ എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് ഒരു മാറ്റവും ഇല്ല. രേവതി ഇപ്പോഴും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ഇതിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. ശ്രുതി ആദ്യം ഒന്ന് പ്രസവിച്ചു എന്ന വിവരം അറിഞ്ഞതിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ട് സച്ചിയുടെ ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ടൊന്നും നമ്മുടെ രേവതിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടോ. അതായത് സച്ചിയുടെ ഈ ഒരു ഇതിനേക്കാളും വലിയ ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ നമ്മുടെ രേവതിക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതിനിടെ സച്ചി പറഞ്ഞു, അച്ഛാ ഞാൻ വിശദമായിട്ട് പറയാം. യോ എന്റെ പൊന്നച്ഛാ, ഒരു തങ്കക്കുടം പോലത്തെ ഒരു കൊച്ച്, ആ കൊച്ചിനെ ഉണ്ടല്ലോ ആ വയറ്റാട്ടി ഈ കയ്യിലേക്കാ വെച്ച് തന്നത്. ഞാൻ അതിനെ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്റെ ദൈവമേ, പൂവില്ല രവതി, പൂ, നീ കെട്ടുന്ന പൂവ്, ആ നീ കെട്ടുന്ന പൂവ് പോലെ തന്നെ ആയിരുന്നു. അതിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വാവ്, എന്താ രസം, അതിന്റെ മുഖത്തെ എന്താ ഒരു പ്രസാദം, വല്ലാണ്ടങ്ങ് ആയിപ്പോയി. ഞാൻ ആദ്യമായിട്ട് അത്രയും ഒരു ചെറിയ കുഞ്ഞിനെ കൈയും കൊണ്ട് എടുക്കുന്നത് എന്ത് രസമായിരുന്നെന്നറിയാമോ. ആ നിമിഷം എനിക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അതെങ്ങനെ മറക്കാനായിട്ട് സാധിക്കും, സച്ചേട്ടനല്ല അത് കണ്ടു നിന്ന ആൾക്കാർ വരെ ഇതെടുത്ത് വൈറലാക്കിയില്ലേ. അപ്പം ഈ വീഡിയോ വൈറലായോ? പിന്നല്ലാതെ ഇപ്പൊ സച്ചേട്ടനല്ലേ സോഷ്യൽ മീഡിയയിൽ ഒന്നാമത് നിൽക്കുന്നത്. ഇന്ന് ട്രെൻഡിങ്ങില് സച്ചേട്ടന്റെ വീഡിയോയാ. അതുകൊണ്ട് സച്ചേട്ടാ ചെലവുണ്ട് കേട്ടോ. ആഹാ, നീ പറയുന്നത് കേട്ടാ തോന്നൂല ഞാനാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്. അച്ഛനൊക്കെ ആരെങ്കിലും ആയിക്കോട്ടെ, എങ്കിലും ഇന്ന് എന്റെ സച്ചേട്ടൻ തന്നെയാ സ്റ്റാർ. ദൈവത്തിന് തുല്യല്ലേ സച്ചേട്ടന്. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കാൻ കാരണം സച്ചേട്ടനല്ലേ. അത് ശരിയാണല്ലേ, ഞാൻ കാരണമല്ലേ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നത്. ഞാൻ കാരണം ഒരാൾ ഈ ഭൂമിയിൽ പിറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി എന്തൊരു സന്തോഷാ രേവതി. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രേവതി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുത്തണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞു, എന്ത് പറ്റി, സച്ചി നല്ല കാര്യമൊക്കെ ചെയ്തിട്ട് വന്നിട്ട് രേവതിക്ക് എന്താ ഒരു മൈൻഡ് ഇല്ലാത്തത്, എന്ത് പറ്റി രേവതി എന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയെ തന്നെ ഇങ്ങനെ തറപ്പിച്ചു നോക്കുകയാണ് കേട്ടോ രേവതി. അപ്പൊ ശ്രുതിയെ തന്നെ ഇങ്ങനെ തറപ്പിച്ചു നോക്കിയപ്പോഴത്തേക്കും ശ്രുതി വെച്ച്, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ നിന്നേ, കണ്ടവരുടെ കുട്ടി ജനിച്ചതിന് ഇവിടെ എന്നത്തിനാ സന്തോഷം, കണ്ടവരുടെ കുട്ടി ജനിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ സന്തോഷിക്കേണ്ട ഒരു കാര്യമില്ല. ഈ കുടുംബത്തിൽ ആരാണാവോ എനിക്കൊരു കുഞ്ഞിനെ ഓമനിക്കാനും താലോലിക്കാനും തരിക. എന്റെ ശ്രുതി നിങ്ങളുടെ കുഞ്ഞിനെ ആയിരിക്കണം ഞാൻ ആദ്യം ഓമനിക്കുകയും താലോലിക്കുകയും ചെയ്യേണ്ടത്. ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ കയ്യിലിരുന്ന പാത്രം അങ്ങ് നിലത്ത് ചാടി കേട്ടോ. കാരണം ആദ്യം തരേണ്ടത് നമ്മുടെ ശ്രുതി തന്നെ ആയിരിക്കണം പ്രസവിക്കേണ്ടതെന്ന്. പക്ഷെ ശ്രുതിയുടെ ഈ പ്രസവം ആദ്യത്തെ അല്ലല്ലോ, ഇതിനു മുമ്പ് ഒരു പ്രസവം ഉണ്ടായിരുന്നല്ലോ എന്ന് രേവതി അറിഞ്ഞല്ലോ. അപ്പൊ രേവതിക്ക് അങ്ങ് വല്ലാണ്ടായിപ്പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, നിനക്ക് എന്താടി ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത്? അതെന്താ, എന്റെ ഏറ്റവും മൂത്ത മോനും അവളുടെ മരുമോൾ അവന്റെ ഭാര്യയും ഒരു കുഞ്ഞിനെ ഈ തറവാട്ടിൽ ആദ്യം തരുന്നത് നിനക്ക് പിടിച്ചില്ലല്ലേ, അതൊന്നും ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നിനക്ക് ദഹിച്ചില്ലല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് ദഹിക്കായ്മയൊന്നുമില്ല, എന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് പാത്രം താഴെ പോയതാ അമ്മേ. അറിയാണ്ട് പാത്രം താഴെ പോയല്ലേ.
ഈ അറിയാണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ് ഈ പാത്രം താഴെ പോയത്? നിനക്ക് ഇതൊന്നും പിടിച്ചില്ല. ഇത് കേട്ടപ്പോ നിന്റെ കൈ അങ്ങോട്ട് വിറയ്ക്കുന്നു. അതും കൊണ്ട് തന്നെയാ. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, രേവതിയുടെ കൈ എന്തിനാ വിറയ്ക്കുന്നത്? നിങ്ങൾ ഇവിടത്തെ മക്കളെ കൊണ്ട് ആരെ കൊണ്ട് ആദ്യം പ്രസവിപ്പിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ അല്ലേ, അവരുടെ ഓരോരോ പ്രൈവസി ഒക്കെയാണ്. അതിൽ കയറി എന്തിനാ അമ്മയെ തല വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയും പറഞ്ഞു, സച്ചേട്ടൻ പറഞ്ഞു ശരിയാ, ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ, അതൊക്കെ ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയല്ലേ, അതിനിപ്പോ നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ? മാത്രമല്ല ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞപ്പം, ഏതായാലും ഈ കുടുംബത്തിൽ ആദ്യം പിറക്കേണ്ടതിന്റെ സുതിമോന്റെ കുഞ്ഞായിരിക്കണം, അതെനിക്ക് നിർബന്ധം എന്ന് നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കുവാണെങ്കിൽ സച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ടേ. ഞങ്ങൾക്ക് ആദ്യം ഈ വീടൊന്ന് കെട്ടണം, മണ്ടയിൽ ഒരു റൂം എടുത്തിട്ട് വേണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട്, എനിക്ക് അച്ഛനാകാനായിട്ടെന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. മേളിൽ റൂം എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിനക്ക് രേവതിക്കും 10-60 വയസ്സാവൂല്ലോ എന്ന് ആക്കി അങ്ങ് സംസാരം. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്താടി ചന്ദ്രേ നിനക്ക് ഇത്രയ്ക്ക് പറയാനുള്ളത്? അതിന് 60 വയസ്സ് വരെ അവരെന്താ മുകളില് വീട് കെട്ടത്തില്ലേ? അവരുടെ കയ്യിൽ ഇപ്പൊ തന്നെ പകുതിയോളം പൈസ വന്നിട്ടുണ്ട്, അറിയാലോ. അവരുടനെ തന്നെ വീട് കെട്ടും അല്ലേടാ സച്ചി? നീ ഉടനെ തന്നെ മണ്ടയിൽ ഒരു റൂം കെട്ടണോടാ. ഉടനെ തന്നെ കെട്ടുവച്ചാ, ഞങ്ങൾ അതിന്റെ പണിയൊക്കെ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര ഒരു പുച്ഛിച്ചൊരു ചിരിയും ശ്രുതിയും വല്ലാത്ത പുച്ഛ. എന്നിട്ട് ശ്രുതി പറഞ്ഞു, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ, ഞാൻ റൂമിലേക്ക് പോവുകയാണേ എന്നും പറഞ്ഞ് അങ്ങ് പോയി. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രേവതി ഉണ്ടല്ലോ വല്ലാതെ നിന്നങ്ങ് വേർക്കാണ്. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കിച്ചണിൽ കയറാൻ പറ്റുന്നില്ല, പണി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കിടുകിടാ വിറയ്ക്കുന്നു. മാത്രമല്ല രേവതി വീണ്ടും റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ദേവു പറഞ്ഞ കാര്യമേ. ശ്രുതിക്ക് ആദ്യത്തെ ശ്രുതിയുടെ പ്രസവം ഒന്ന് കഴിഞ്ഞതാണെന്ന്. ഇത് കേട്ടിട്ട് അടിമുടി വിറയ്ക്കുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുമ്പോഴാണ് വർഷ വരുന്നത്. വർഷ വന്നിട്ട്, എന്താ രേവതി ചേച്ചിക്ക് പറ്റിയത്? രേവതി ചേച്ചിക്ക് എന്തോ പറ്റിയില്ലോ, രേവതി ചേച്ചി എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ എന്താ മോളെ വർഷ, നിനക്ക് കോഫി വേണോ? അയ്യോ കോഫിയോ? ഞാൻ കോഫി ഒന്നും ചോദിച്ചില്ലല്ലോ. അല്ല പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അയ്യോ എനിക്കൊന്നും വേണ്ട. എന്താ ചേച്ചിക്ക് പറ്റിയതെന്ന് പറയാം. ഞാൻ ശ്രദ്ധിച്ചതാ, സച്ചേട്ടൻ ഒരു നല്ല കാര്യം ചെയ്തിട്ട് വന്നിട്ട് ചേച്ചിയുടെ മുഖത്തൊരു തെളിച്ചമില്ലായിരുന്നല്ലോ. രേവതി ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും എന്നോട് പറ. രേവതി ചേച്ചിക്ക് എന്താ രേവതി ചേച്ചി പറ്റിയത്? എന്തെങ്കിലും വിഷമമുണ്ടോ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് മോളെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എന്താ പ്രശ്നം? രേവതി ചേച്ചിക്ക് എന്തോ പറ്റി, അല്ലാതെ രേവതി ചേച്ചി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കത്തില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെങ്കിലും എന്നോട് പറ രേവതി ചേച്ചി. അത് പിന്നെ മോളെ ഒന്നുമില്ല മോളെ. ഇല്ലില്ല, രേവതി ചേച്ചിയുടെ അനിയത്തിയല്ലേ ഞാന്. രേവതി ചേച്ചിയുടെ മനസ്സിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാം. ഞാനത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. അല്ല എന്താ ദേവുനോ ശരത്തിനോ അല്ലെങ്കിൽ വല്ല പൈസയ്ക്കോ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തില്? അയ്യോ മോളെ അങ്ങനെയൊന്നും അല്ല. പിന്നെ എന്താ പറ്റിയത്? അത് പിന്നെ രേവതി ചേച്ചി വല്ലാണ്ട് വിറയ്ക്കുന്നു, കൈയൊക്കെ കിടുകിടാ വിറയ്ക്കുകയാണല്ലോ. എന്താ ചേച്ചി പറ്റിയത്? ചേച്ചിക്ക് പ്രഷർ വല്ലതും കൂടുതലുണ്ടോ? കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക. അതോ BP കുറഞ്ഞു പോയോ? എന്താ ചേച്ചി ഇത്? അത് എനിക്ക് BP ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഞാനിത് എങ്ങനെ മറച്ചു വെക്കും? ഞാനിത് എങ്ങനെ മൂടി വെക്കും? ആരോടും പറയാതെ എങ്ങനെ ഇരിക്കും? ആരോടും പറയാതെ എങ്ങനെ ഇരിക്കുന്നോ? ചേച്ചി പറ, അത് നീ പ്രോമിസ് ചെയ്യ, ഇത് ആരോടും പറയില്ലെന്ന്. ആദ്യം ചേച്ചി കാര്യം പറഞ്ഞേ. ഞാൻ ആരോടും പറയില്ലെന്ന് പറഞ്ഞില്ലേ? ചേച്ചി കാര്യം പറ. ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത് കേട്ടോ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കണം, തുറന്ന് പറയണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിൽ വെച്ചോണ്ട് നടന്നാലേ ശരിയാവില്ല. അത് പിന്നെ മോളെ, ഇത് ഞാൻ നിന്നോട് എങ്ങനെയാ പറയുന്നത്? എങ്ങനെ പറയാന്? വായും കൊണ്ട് പറയണം. അത് നമ്മുടെ ശ്രുതിയില്ലേ, ശ്രുതി ചേച്ചിക്ക് എന്ത് പറ്റി? അത് ശ്രുതി ചേച്ചി എന്നല്ലാട്ടോ നമ്മുടെ രേവതി പറയുന്നത്. ശ്രുതിയെ ഇന്ന് ഞാൻ ദേവുവിന്റെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. കണ്ടെന്നോ? അല്ല കഴിഞ്ഞിടയ്ക്കെങ്ങാണ്ട് അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പ്രഗ്നൻസി ആന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വഴക്കുണ്ടാക്കിയതല്ലേ? അത് ശരിയാ. ഇത് അതുപോലെയല്ല, ഞാനല്ല കണ്ടത്, ദേവുവാ കണ്ടത്. ദേവു ഇന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെയുള്ള നേഴ്സിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാ ഈ സത്യം പറയുന്നത്. നമ്മുടെ ശ്രുതിയില്ലേ, ശ്രുതി ആദ്യം ഒന്ന് പ്രസവിച്ചതാണെന്ന്. ശ്രുതി വീണ്ടും കൺസീവ് ആകാൻ വേണ്ടിയാണത്രേ ഹോസ്പിറ്റലിൽ ചെന്നത്. ആദ്യം ഒന്ന് പ്രസവിച്ചതാണെന്നും ആ സിസ്റ്റർ പറഞ്ഞു. എന്റെ ഭഗവതി, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? എന്താ രേവതി ചേച്ചി പറയുന്നത്? അല്ല ഉറപ്പാണോ? അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു.
ഞാൻ വെറുതെ പറയുന്നതല്ല. ദേ ഇതൊന്നും നീ ആരോടും പറയല്ലോ കേട്ടോ. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, എന്നെ വഴക്ക് പറയും. ആഹാ, ഇതൊക്കെ അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ? അല്ല, അപ്പം ശ്രുതിയേട്ടനെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുകയാണോ ഈ ശ്രുതിയേടത്തി? ആദ്യം ഒന്ന് പ്രസവിച്ചതാണെങ്കിൽ അത് ശ്രുതിയേട്ടന്റെ കുഞ്ഞ് തന്നെയാണോ? അതോ ഇനിയിപ്പോ വേറെ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്താ ഏതാ എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മോളെ, നീ ഇതാരോടും പറയില്ല. ആരെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ അയ്യോ, പിന്നെ അറിയാലോ, കഴിഞ്ഞ ദിവസം ഞാൻ അവള് പ്രഗ്നന്റ് ആണെന്ന് വന്ന് പറഞ്ഞതിന് ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കിയതാ നമ്മുടെ അമ്മായിയമ്മ. അതുകൊണ്ട് നീ ഇത് പറയല്ലോ കേട്ടോ. അല്ല ചേച്ചി, ഇത് പറയാതിരുന്ന എങ്ങനെ ശരിയാവൂ? ഇത് നമ്മുടെ കുടുംബത്തെയും കൂടെ കാര്യമല്ലേ? അങ്ങനെ ഒരാള് ഈ കുടുംബത്തെ മുഴുവൻ പറ്റിക്കാന്ന് പറഞ്ഞാല് അത് ശരിയായ കാര്യമാണോ? അയ്യോ മോളെ, ഇത് നീ പറയരുത് മോളെ. പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അയ്യോ ചേച്ചി, ഇതൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെയാ ചേച്ചി? ഇതൊക്കെയല്ലേ പറയേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ കയറി വന്ന് ഇതുപോലെ വൃത്തികേടൊക്കെ കാണിക്കാന്ന് പറഞ്ഞാല് ഇതിപ്പോ നമ്മുടെ കുടുംബമല്ലേ, രേവതിയുടെ കുടുംബമല്ലേ, എന്റെ കുടുംബമല്ലേ? അപ്പം സുധിയേട്ടനെ പറ്റിക്കായിരുന്നോ എന്നൊന്നും അറിയാതെ ഇത് ആരോടും പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഇത് മൂടി വെക്കാനോ? ഇത് നമുക്ക് മൂടി വെക്കാം തൽക്കാലം. ഒരു തെളിവുകൾ നമ്മുടെ കയ്യിലില്ലാതെ നമ്മൾ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. തെളിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ഇത് പറയണം ചേച്ചി, പറയണം. അയ്യോ എന്റെ പൊന്നു വർഷം, ഞാൻ നിന്നോട് ഇതാ പറയാതിരുന്നത്. പറയരുത്, പ്ലീസ് പ്ലീസ് പ്ലീസ്, നീ പറയരുത്. പറഞ്ഞു കഴിഞ്ഞ് ഞാനാണെങ്ങാണം അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ തീർന്നു. അറിയാലോ, അമ്മ എന്റെ മെക്കിട്ട് കയറും. എനിക്ക് വയ്യ ഇതൊന്നും കേൾക്കാനും കാണാനും. നമുക്ക് കൺഫേം ആക്കിയിട്ട് പറഞ്ഞാൽ മാത്രം മതി. ഏതായാലും രേവതി ചേച്ചി സമാധാനമായിട്ടിരിക്കെ. രേവതി ചേച്ചി പേടിക്കണ്ട. അങ്ങനെ ഒരാൾ നമ്മളെ കുടുംബത്തിനെ പറ്റിച്ചോണ്ടിരിക്കുകയാണെങ്കിലേ അത് നമുക്ക് അറിയണമല്ലോ, കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഏകദേശം നാളെ ഈ ഭാഗമൊക്കെ കാണിച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ വർഷം ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ത് കാര്യം കിട്ടിയാലും നമ്മുടെ വർഷം ശ്രീകാന്തിനോട് തുറന്നു പറയുന്നതാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ശ്രീകാന്തിനോട് തുറന്നു പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വർഷം എന്ത് ചെയ്യുന്നു? ഇത് ശ്രീകാന്തിനോട് തുറന്നു പറയാണ്. ശ്രീകാന്ത് ഇത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാല് മൂക്കത്ത് കൈയും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ അപ്പ, ഇതെന്താ? ഏട്ടനെ പറ്റിച്ചെന്നോ? ശ്രുതിയേട്ടത്തി പ്രഗ്നന്റ് ആയിരുന്നെന്നോ നേരത്തെ? ഇതെന്താ? നമ്മുടെ ശ്രുതിയേട്ടന്റെ കുഞ്ഞ് തന്നെ ആയിരുന്നോ? എന്നിട്ട് എന്താ അവർ വീട്ടിൽ പറയാതിരുന്നത്? എന്നിട്ട് അതിനെ കൊണ്ടുപോയി കളഞ്ഞെന്നോ? ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ വർഷേ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷയോട്. ഏതായാലും വർഷ നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞ സ്ഥിതിക്ക്, ശ്രീകാന്ത് ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലേ മോശമല്ലേ? ശ്രീകാന്ത് ആരോടായിരിക്കും പറയാ? ഏതായാലും ഇത് വീട്ടിൽ നിന്ന് വെളിയിൽ പോകത്തില്ല. അവർ നല്ല മക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിന്റെ മനസ്സിലിരിക്കുന്നില്ല. സ്വന്തം ഏട്ടനെ പറ്റിച്ചുകൊണ്ട് വീട്ടിലെ ഒരു അപലക്ഷണം കെട്ട പെണ്ണുപിള്ള കയറി താമസിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശ്രീകാന്ത് സച്ചോടും പോയി പറയാണ് കേട്ടോ. അപ്പൊ ആ ഭാഗമൊക്കെ ഞാൻ നാളെ പറയാമേ. ഏകദേശം നമ്മുടെ വർഷയും രേവതിയും തമ്മിലുള്ള സംസാരം, അല്ലെങ്കിൽ ശ്രീകാന്തും വർഷയും തമ്മിലുള്ള സംസാരം കൊണ്ടായിരിക്കാം നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഓട്ടനെ അട്ടപ്പാട്ടെല്ലാം പൊളിയും നമ്മുടെ ശ്രുതിയുടെ കള്ളക്കളി. എത്ര നാള് കള്ളത്തരം മൂടി വെക്കാൻ പറ്റും? ഒരിക്കലും കള്ളത്തരം മൂടി വെക്കാൻ പറ്റത്തില്ല. സത്യം അത് എന്നും ജയിക്കും, കള്ളം അതെന്നെങ്കിലും തകരും. നമ്മുടെ ശ്രുതി അത് നേരത്തെ അറിയണമായിരുന്നു. ശ്രുതി അതൊന്നും അറിയാതെയും ഒന്നും കാണാതെയും നമ്മുടെ ശ്രുതി ഇത്രയും ചെയ്തു വെച്ചതിന് ഇനിയാണ് ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിയാൻ പോകുന്ന എപ്പിസോഡ് വരാൻ പോകുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ചോദിച്ചില്ലായിരുന്നോ കള്ളത്തരം എന്നാ പൊളിയുന്നതെന്ന്? അപ്പൊ കള്ളത്തരം പൊളിയാൻ പോകുന്ന എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. നമ്മൾ ഡെയിലി ഇനി പ്രമോ വിശേഷവുമായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫുൾ വിശേഷവും നമ്മുടെ രേവതിയുടെ സച്ചിയുടെ രാവിലെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അലീനയുടെ കഥയുടെ അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ രാവിലത്തെ ഫുൾ വിശേഷവും വൈകിട്ടത്തെ പ്രമോ വിശേഷവും നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ചാനലും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ. നമുക്ക് നോക്കട്ടെ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാമോ എന്ന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ കമന്റ് ബോക്സിൽ നിങ്ങൾക്കൊരു ഹായ് തരാട്ടോ. ആ ചാനലിൽ നിന്ന്, രണ്ട് ചാനലിൽ നിന്നും ഒരു ഹായ് തന്നേക്കാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ പത്തരമാറ്റ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇടാത്തതെന്ന്. നമ്മുടെ പത്തരമാറ്റ് ഇടാത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമുക്ക് ടൈം തികയുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ അപ്കമിങ് എപ്പിസോഡ് വേറൊരാളെ കൊണ്ടായിരുന്നു ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അയാള് ഇപ്പം ചെയ്യുന്നില്ലാത്തതിനാൽ മാത്രമാണ് ഞാൻ ഇന്നലെ മുതൽ വീണ്ടും അപ്കമിങ് വിശേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഒരു എന്താ പറയാ, അതുപോലെ നമുക്ക് തിരക്കായി പോയി. ഇപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ്സും കൂടെ ഉള്ളത് കൊണ്ടേ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കണം. വേറെ നമ്മുടെ കുർത്തീസിന്റെയും കോഡ്സെറ്റിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുക്കണം, പോസ്റ്റ് ചെയ്യണം ഡെയിലി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, വീഡിയോസും ചെയ്യണം. അപ്പൊ എല്ലാം കൂടെ ആകെപ്പാടെ തിരക്കാണ് കേട്ടോ. അതാണ് നമ്മൾ നയനയുടെയും ആദർശിന്റെയും കഥ ചെയ്യാത്തത്. പിന്നെ കാറ്റത്തെ കിളിക്കൂടെ ഒക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ഒരാളെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഏതായാലും ഒന്ന് നോക്കട്ടെ.
നമ്മുടെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ കാണാനാണെന്ന് എനിക്കറിയാം. കാരണം പത്രമാറ്റൊക്കെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നവരുണ്ട്. പെട്ടെന്ന് ഞാനത് ഇടാതെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇടാനേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരാം. നമ്മുടെ കോഡ് സെറ്റും അതുപോലെ കുർത്തീസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.